കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. കാലാവസ്ഥ തെരച്ചിലിന് അനുകൂലം, ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞെന്നും MLA വ്യക്തമാക്കി. ഈശ്വർ മാൽപ്പയെ എത്തിച്ച് തെരച്ചിൽ തുടരുമെന്നും സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഈ തെരച്ചിൽ നാളെ പുനരാരംഭിക്കുമെന്നാണ് കാർവാർ MLA പറയുന്നത്. അതേസമയം മറ്റ് ചില വിശദീകരണങ്ങൾ കൂടി അദ്ദേഹം നൽകുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് നേവിയുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നേവിയുടെ തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും എന്ന് അറിയിച്ചിരുന്നു. അവർ എന്നാൽ ഇന്ന് രാവിലെ 9 മണിയോടെ എത്തും എന്നതാണ് ആദ്യം ലഭിച്ച വിവരം. പക്ഷേ നേവിയുടെ സംഘം ഇവിടെ എത്തിയില്ല. പിന്നീട് ഉച്ചയോടെ പുറത്തു വന്ന വിവരം, ജില്ലാ ഭരണകൂടം നേവിക്ക് തെരച്ചിലിന് അനുമതി നൽകിയിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ അനുമതി നൽകാത്തത്? ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്, കാലാവസ്ഥ അനുകൂലമാണ്. അടിയൊഴുക്ക് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് ഇപ്പോൾ കാർവാർ MLA തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് 3 നോട്ട്സിന് താഴെയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടും തെരച്ചിൽ നടത്താൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ നേവിയുടെ സംഘം എത്തിയില്ല, ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർവാർ MLAയോട് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ കാര്യങ്ങളിൽ അത്തരം വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ തിരച്ചിൽ നാളെ പുനരാരംഭിക്കും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ, അതായത് ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ NDRFന്റെ ഉൾപ്പെടെ ആൾക്കാരെ നിയോഗിച്ചുകൊണ്ട് തെരച്ചിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയാണ്. നിലവിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് എന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടം മറ്റൊരു തട്ടിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കാർവാർ MLA എത്തി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്നതാണെങ്കിൽ പോലും ജില്ലാ ഭരണകൂടം എന്തെങ്കിലും ഒരു പ്രതികരണം, നേരത്തെ AK മഷ്റഫ് MLA, മഞ്ചേശ്വരം MLAയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മഞ്ചേശ്വരം MLA പറയുന്നത് അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ ഷിരൂരിലുണ്ട്, അദ്ദേഹം ജില്ലാ കളക്ടറുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു, നേവി എന്തുകൊണ്ട് തെരച്ചിലിന് അനുമതി നൽകുന്നില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ജില്ലാ കളക്ടറെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് AK മഷ്റഫ് MLA ഉൾപ്പെടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഈ അർജുന്റെ കുടുംബം ഉൾപ്പെടെ രാവിലെ അത് ശ്രമിക്കുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ കാർവാർ MLA ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് നാളെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന തരത്തിൽ വിവരം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാവും, എത്രത്തോളം അതിൽ വ്യക്തതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിനകം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡ്രഡ്ജിംഗ് മെഷീൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സഹകരണക്കുറവ് ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഈ യന്ത്രം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് പിന്നീട് കേരളം കൃത്യമായി പ്രതികരിച്ചില്ല എന്നുൾപ്പെടെയുള്ള വിമർശനവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ നാളെ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പ്രതികരണത്തോടെ അർജുന്റെ കുടുംബം ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. ശരി, ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്.